ഹലോ, ഞാൻ അതുല്യ MG11 റെപ്രസെൻ്റ് ചെയ്ത് വരുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ഹെൻറി ഫണ്ട് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ തന്നെ പറയാം, ദറ്റ് ഈസ് ഡിസിപ്ലിൻ. ഫസ്റ്റ് ഹെൻറി ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയറാണ്. അതേപോലെ അദ്ദേഹം ഒരു ഓഥർ കൂടിയാണ്. അദ്ദേഹം ഒരു 14 പ്രിൻസിപ്പിൾ ഇൻവെൻറ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു റീസൺ കൊണ്ട് അദ്ദേഹത്തിന് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഡിസിപ്ലിൻ പറയുന്നത് it implies respect to the agreement, rules and regulation designed to secure obedience. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നമുക്ക് വേണ്ട ഒന്നാണ് ഡിസിപ്ലിൻ. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചും എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ് അനുസരിച്ചും അത് റെസ്പെക്റ്റ് ചെയ്തുമായിരിക്കണം സുപ്പീരിയർ ആണെങ്കിലും സബോർഡിനേറ്റ് ആണെങ്കിലും ബിഹേവ് ചെയ്തതും വർക്ക് ചെയ്യുന്നതും. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു വയലേഷനോ മിസ്റ്റേക്കോ അവിടെ കാണിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു പെനാൽറ്റിയും കൂടി ഈടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഡിസിപ്ലിൻ പറയുന്നത് ഇറ്റ് മീൻസ് വില്ലിങ്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ എംപ്ലോയി ടു ഒബേ ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, ബിക്കോസ് എ ഗുഡ് ഡിസിപ്ലിൻ പ്രൊമോട്ട് ദ ടീം വർക്ക്. ബിക്കോസ് ഒരു എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കോർഡിനേഷൻ നടക്കുകയുള്ളൂ. കോർഡിനേഷൻ നടത്താൻ മാത്രമേ നമുക്ക് കോമൺ ഗോളിൽ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അവിടെ എംപ്ലോയീസ് ആണെങ്കിലും സുപ്പീരിയേഴ്സ് ആണെങ്കിലും സബോർഡിനേറ്റ് ആണെങ്കിലും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സുപ്പീരിയർ ആണെങ്കിലും സബോർഡിനേറ്റ് ആണെങ്കിലും ഈക്വലി ദേ ഹാവ് ടു ഫോളോ. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾ. അപ്പം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. Hello. One of the important principles of Henry Fayol is division of work. The division of work is the course of tasks assigned to and completed by a group of workers in order to increase the efficiency. Division of work, which is also known as division of labor, is the breaking down of job. So, as you have a number of different tasks that make up the whole work. This means that for every one job, there can be any number of processes that must occur the job to be completed. Thank you. Second principle എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി മീൻസ് വിച്ച് ഹാവ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ ആൻഡ് ദേ ഹാവ് ദ റൈറ്റ് ടു കമാൻഡ് ടു ദി സബോർഡിനേറ്റ്സ്. ദ റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദി അസൈൻ ടാസ്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഒഫീഷ്യൽസ് ആണ്. ആ ഒഫീഷ്യൽസ് ആണ് ആ ഓർഗനൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സബോർഡിനേറ്റ്സിന് വേണ്ടുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ ഒഫീഷ്യൽസ് ആണ്. അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റി മീൻസ് ആ സബോർഡിനേറ്റ്സ് ഇപ്പോൾ ഒഫീഷ്യൽസ് തന്നിട്ടുള്ള ടാസ്ക് കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ളിൽ അത് ഉത്തരവാദിത്വത്തോടു കൂടി അത് സബ്മിറ്റ് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ അതോറിറ്റി വരുന്നത്. ഫാക്കൽറ്റീസ് നമുക്ക് അസൈൻമെന്റ് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ, അത് കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹലോ സാറേ, നിന്നോട് ഞാൻ വൈകുന്നേരം റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞല്ലേ? എന്നിട്ട് റിപ്പോർട്ടോടെ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രൊമോസറെ വിളിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് വരെ ചെല്ലാൻ പറഞ്ഞത്. എന്നിട്ട് പ്ലാന്റിൽ പോയായിരുന്നോ? ഞാൻ പ്ലാന്റിൽ പോകാൻ തുടങ്ങായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബാലസാറ് വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിലൊക്കെ പർച്ചേസ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പർച്ചേസ് ചെയ്തോ? പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ സാറ് വിളിക്കണത്. അതെ, ഒരു കാര്യം പറയാം, ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. എന്താണ് സാറേ, യൂണിറ്റ് ഓഫ് കമാൻഡ് ഒന്നും ഇല്ലാതെ ഓരോ സാറുമാരെ വിളിച്ചിട്ട് ഓരോന്ന് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? യൂണിറ്റ് ഓഫ് കമാൻഡാ? അതെന്താണ് സാറേ? യൂണിറ്റ് ഓഫ് കമാൻഡ് നമ്മുടെ ഫയറിന്റെ പ്രിൻസിപ്പിൾ അല്ലേ? ഏത് ഫയറോള്? എന്റെ പൊന്നു സാറ് അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഫയറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയാതെ എങ്ങനെയാണ് സാറ് മാനേജർ ആയത്? വെച്ചിട്ട് ഓടി. Hello. The principle unity of direction. This principle explains that each group of activities having the same objective must have one head for one plan. It means all the activities which have the same objective should be managed and controlled by one person. It helps to eliminate the overlapping of work. Thank you. Hi, I'm here to explain the unity field principle.
subordination of individual interest or general interest. His point explains that whenever a conflict of any organizations, the general interest should be served, not the individual interest or a personal interest. For example, here Mr. John. Mr. John is a production manager of a firm, so he required raw materials, and his budget is 1 lakh. Here comes his brother-in-law, and he has raw materials, and his selling price is 80,000. Seems like a big deal, right? And here comes another player, Mr. Williams, and he has raw materials, and his selling price is 60,000. So, in this concept, we can see that Mr. William is a perfect candidate for the Mr. John. So, I think the individual interest aside, the general interest should be required, and we should avoid our personal interest in this business. So that's all. Okay, bye. Remuneration to employees is a principle of Henry Fayol. Like remuneration just plays a key important role in a business where employee should be paid with current remuneration or with fair remuneration for the work they have been done. At the time of an interview, the interviewer asks about mainly things regarding remunerations also, because remuneration just brings satisfaction to the employee who is working there in that company, and that helps the smooth running of a business in an easy way. ഹെൻറി ഫയറുടെ 14 പ്രിൻസിപ്പിളിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സെൻട്രലൈസേഷൻ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എൻ്റെ കോളേജാണ്. ഈ കോളേജിനെ ഒരു മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫോമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻട്രലൈസേഷൻ നമുക്ക് ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. BBA ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, BCom ഉണ്ട്, BCA, പല പല MBA ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം സെപ്പറേറ്റ് ഹെഡും സെപ്പറേറ്റ് ടീമും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കോളേജിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ സ്റ്റഡീസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈവൻ എന്ത് കോളേജിനെ ബേസ് ചെയ്ത് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും അതൊന്നും ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിന്റെ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ കോളേജിന്റെ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ ആയിരിക്കും. സോ ഈ കോളേജിന്റെ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ ഒക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഹെഡ്സിനോ ഒന്നും ആയിരിക്കില്ല. എല്ലാം റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ പ്രിൻസിപ്പളിലായിരിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇനി ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. Hi friends, I am Kavya. I am going to discuss you about the scalar chain. It is one of the Henry Fayol's 14 principles of management. Scalar chain is a formal line which moves from highest level to the lower level in a straight line. It states that there will be a unity of command in every organization, so this will reduce the confusion in the organization. For example, in an organization, there are various departments are there. For example, sales department, production department, marketing, etc. So, the superior of the sales department will give instruction only to the subordinates of that departments only and not to the subordinates of other departments, so that every members in the organization know whose orders has to obey and whose instructions to follow. This will increase the efficiency of all subordinates to work, and this will increase the production of that organization. So this is a small concept of a scalar chain. രണ്ട് തരം ഓർഡറിനെ കുറിച്ച് പറയുന്നുണ്ട്. മെറ്റീരിയൽ ഓർഡറും സോഷ്യൽ ഓർഡറും. അതിൽ മെറ്റീരിയൽ ഓർഡറിൽ ഓൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓൾ മെഷീൻസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കണം. അതാണ് മെറ്റീരിയൽ ഓർഡർ. അടുത്തത് സോഷ്യൽ ഓർഡർ. സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ്,
കൃത്യമായിട്ടുള്ള ജോലിക്ക് കൃത്യമായിട്ടുള്ള ആൾക്കാരെ വേണം നിയമിക്കാൻ. ഇതാണ് പോകുന്നത് നമ്മുടെ ഹെൻറി പ്രിൻസിപ്പളിലെ 11ാമത്തെ പ്രിൻസിപ്പളായ ഇക്വിറ്റിയെ കുറിച്ചിട്ടാണ്. ഇക്വിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈക്വാലിറ്റി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റ്സുമായിട്ടുള്ള ഈക്വാലിറ്റി. കാരണം സബോർഡിനേറ്റ്സ് പല ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ വരുന്നുണ്ട്, പല പൊളിറ്റിക്കൽ പാർട്ടീസിൽ വരുന്ന സബോർഡിനേറ്റ്സ് ഉണ്ട്, അതുപോലെ പല യൂണിയൻസിൽ വരുന്ന ട്രേഡ് യൂണിയൻസിൽ വരുന്ന സബോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സ് ഇവരോടൊന്നും യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ ഈക്വൽ ബേസിലെ എല്ലാ സബോർഡിനേറ്റിയും ട്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒരു സബോർഡിനേറ്റ്സിനും ഒരു സുപ്പീരിയറിനും പാടില്ല. അതാണ് നമ്മളിതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ലൊരു രീതിയിൽ ഈക്വാലിറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത് ഹെൻറി ഫയോണിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജോബ് സെക്യൂരിറ്റിയും കരിയറിലെ വളർച്ചയും ഉറപ്പായും ലഭിക്കുമെന്ന് എംപ്ലോയീസിന് തോന്നുകയാണെങ്കിൽ അവർ നന്നായി വർക്ക് ചെയ്യും, അവരുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതേ സമയം എംപ്ലോയി ടേൺ ഓവർ റേറ്റ് കൂടുകയാണെങ്കിൽ അതൊരു ഓർഗനൈസേഷനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. ഇതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ അത്യാവശ്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടെടുക്കാം. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും നമ്മളെ എത്രത്തോളം മോട്ടിവേറ്റും അതുപോലെ കെയറും സപ്പോർട്ടും തരുന്നു, അതിനനുസരിച്ച് നമ്മൾ ഇംപ്രൂവ് ആവും. ഇത് തന്നെയാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. Hi, Mr. Shravan. Hi, sir. Do you know why I told you not to leave after this meeting was over? No, sir. You have done a wonderful job. The initiative and the performance you have done clearly convinced our client to give us this year's $10 million business. I am happy that I promoted you to become assistant manager. And in the first meeting itself, you have clearly shined yourself up. Keep up the good work, young man. I'll try my best, sir. Thank you. Have a good day, sir. സോ ഫയോണിൻ്റെ 14th പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റി കോപ്പ്. എസ്പിരിറ്റി കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാവരും യൂണിഫൈഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമെങ്കിലേ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിലേക്ക് പോകത്തുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് എ കോമൺ സ്പിരിറ്റ്, പിന്നെ കോമൺ ഫീലിങ്സ് ഒക്കെ വേണം. അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻസിൽ വഴക്കുകളൊക്കെ ഉണ്ടാകും, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. ഇപ്പം എൻ്റെ ഫാമിലി എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഡാഡിയുടെ ബ്രദേഴ്സിൻ്റെ ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് സമയത്ത് വേറെ ആൾക്കാർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെയാണ് പിള്ളേരുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ല ബോണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലി നല്ല